ഹിന്ദു യുവാക്കളെ ഉദ്ബോധിപ്പിച്ച് സാമൂഹ്യ സാമുദായിക രംഗങ്ങളിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ട സംവിധാനം വേണം. നമ്മുടെ മക്കൾ രാഷ്ട്രീയത്തിൽ വരണം, നമ്മുടെ മക്കൾ വ്യവസായത്തിൽ വരണം, നമ്മുടെ മക്കൾ കച്ചവടങ്ങളിൽ വരണം, നമ്മുടെ മക്കൾ സാമ്പത്തികമായി ഉയരണം. ഏത് മേഖലയിലായാലും ആധികാരികത നേടണം നമ്മുടെ മക്കൾക്ക്. നമ്മുടെ മക്കൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാകണം. അതിനനുസൃതമായി ഒരു സാഹചര്യം ഗൃഹങ്ങളിൽ സൃഷ്ടിക്കേണ്ടത് രക്ഷിതാക്കളുടെ കർത്തവ്യമാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞ മകനായാലും മകളായാലും ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുക. രക്തം ദാനം ചെയ്താൽ എല്ലാം ആവുമോ? അല്ല, അതിലൂടെ ഒരു സാമൂഹിക പ്രതിബദ്ധത വരും. 6 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. ഒരു 50 വയസ്സ് വരെ സുഖമായിട്ട് ചെയ്യാം. നമ്മുടെ സമൂഹത്തിൽ ഓരോ വിഷയങ്ങളിലും എങ്ങനെ ഇടപെടലുകൾ വേണോ അങ്ങനെ ഇടപെടുന്ന അവസ്ഥ അച്ഛനും അമ്മയും മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നോക്കൂ, ഈ ഇരിക്കുന്നവർ മാത്രം, നിങ്ങളുടെ സംഘടനാ തലത്തിലൊന്നും അല്ല പറയണത്, വ്യക്തി എന്നുള്ള തലത്തിൽ അഭിപ്രായം പറയട്ടെ. നമ്മൾ 10, 30, 40 കൊല്ലം മുമ്പൊക്കെ വീടുകളിൽ സന്ദർശിക്കില്ലായിരുന്നോ? എന്നിട്ട് പോയിട്ട് നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് 2 പരദൂഷണമൊക്കെ പറഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് പോരുമ്പോൾ ആ കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുമായിരുന്നു. ഇന്നെന്താണെന്നറിയില്ല. നമ്മൾ ചിലപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ കാനഡയിൽ, അമേരിക്കയിലേക്ക് നമ്മൾ ഇത് നേരെ പ്രേഷണം ചെയ്യുന്നുണ്ടാവും. പക്ഷേ തൊട്ടടുത്ത വീട്ടിലാരാന്നറിയാത്ത സ്ഥിതിയാണ്, അവിടുത്തെ ദുഃഖം അറിയാത്ത സ്ഥിതിയാണ്. മതിലുകളാൽ വേർതിരിക്കപ്പെട്ടവരായിരിക്കുന്നു നമ്മൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് സുഹൃത്ത് സന്ദർശനം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ കയറി ചെല്ലുക. എന്താ വന്നത്? പണിയൊന്നുമില്ല. അല്ല, പണിയില്ലാഞ്ഞിട്ടല്ല, നല്ലൊരു സൗഹൃദം പുതുക്കാനാ. എന്ത് വേണം? ഒരു ഗ്ലാസ് ചായ തരുന്നേ, നമുക്ക് ഒന്നിച്ചിരുന്ന് കുടിക്കാലോ, 2 നാട്ടുവർത്താനം പറയാലോ എന്നൊക്കെ പറഞ്ഞ് ആ പാരസ്പര്യം ഊട്ടി ഉറപ്പിക്കുക. നമ്മളെ മക്കൾ ഇത് കണ്ട് വളരട്ടെ. ശ്രദ്ധിക്കുക. അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി അവർ വളർന്നാൽ അവർ വ്യത്യസ്ത മേഖലകളിൽ നേതൃസ്ഥാനത്തേക്ക് എത്തും. അല്ലാതെ നേതാവാക്കി ആകാശത്ത് ഇങ്ങോട്ട് ഇറക്കി വിടാനൊന്നും പറ്റില്ല. വളർന്നു വരണം. അത് ശ്രദ്ധിക്കുക.